സുപ്രഭാതം. ഒരു പട്ടണത്തിൽ ഗോവിന്ദ് എന്നൊരു പാവപ്പെട്ട ബാലൻ ജീവിച്ചിരുന്നു. ഗോവിന്ദ് എന്നും രാവിലെ ഉണരുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായാണ്. അവന് നന്നായി പഠിക്കണം, വലിയൊരാളാവണം, എല്ലാവരെയും സഹായിക്കണം എന്നൊക്കെയായിരുന്നു അവൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷേ അവന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരുന്നില്ല. ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞതായിരുന്നു അവൻ്റെ ജീവിതം. ഒരു ദിവസം ഗോവിന്ദ് അടുത്തുള്ള ഒരു വലിയ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ വാതിലിക്കൽ ഒരു യാചകനിരിക്കുന്നത് അവൻ കണ്ടു. യാചകന്റെ മുഖം വളരെ ദുഃഖത്തോടെയായിരുന്നു. ഗോവിന്ദ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന നാണയം യാചകന് നൽകി. യാചകൻ ഗോവിന്ദിനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ഗോവിന്ദിന് ഒരു പ്രത്യേക അനുഭൂതി നൽകി. അന്ന് രാത്രി ഗോവിന്ദ് ഉറങ്ങുന്നതിന് മുൻപ് ആ യാചകന്റെ പുഞ്ചിരിയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. അത്രയും ദുരിതത്തിനിടയിലും എങ്ങനെയാണ് അയാൾക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്? ഈ ചിന്ത ഗോവിന്ദനെ അലട്ടി. അടുത്ത ദിവസം രാവിലെ ഗോവിന്ദ് വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് പോയി. അവൻ ആ യാചകനെ കണ്ടുപിടിച്ച് ചോദിച്ചു, ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങൾ എങ്ങനെയാണ് സന്തോഷത്തോടെ ഇരിക്കുന്നത്? യാചകൻ മറുപടി പറഞ്ഞു, മോനെ, ഈ ലോകം വലിയ വാതിൽ പോലെയാണ്. ഓരോ ദിവസവും രാവിലെ ഈ വാതിൽ തുറക്കുമ്പോൾ നമുക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഇന്നലെ കഴിഞ്ഞുപോയ ദുഃഖങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഓർത്ത് വിഷമിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇന്ന് പുതിയൊരു ദിവസമാണ്, പുതിയ പ്രതീക്ഷകളുണ്ട് എന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഞാൻ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ദുഃഖിച്ചിരുന്നതുകൊണ്ട് ഒന്നും നേടാനാവില്ല. എന്നാൽ സന്തോഷത്തോടെ ഓരോ നിമിഷവും ജീവിക്കാൻ കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ സാധിക്കും. യാചകന്റെ ഈ വാക്കുകൾ ഗോവിന്ദിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അന്നു മുതൽ ഗോവിന്ദ് ഓരോ ദിവസവും പുതിയൊരു തുടക്കമായി കണ്ടു. തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിനു പകരം അവൻ പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തി. ചെറിയ ജോലികൾ ചെയ്ത് പണം സമ്പാദിച്ചു. അവൻ്റെ നല്ല ചിന്തകളും കഠിനാധ്വാനവും അവനെ പതിയെ വിജയത്തിലേക്ക് നയിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണെങ്കിലും ഓരോ ദിവസവും ഒരു പുതിയ വാതിൽ പോലെയാണ്. ആ വാതിൽ തുറക്കുമ്പോൾ സന്തോഷവും പ്രതീക്ഷയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെ ഓരോ ദിവസവും ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ഭാവിയുണ്ടാവും. അതുകൊണ്ട് നാളെ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വാതിൽ തുറന്ന് പുതിയ പ്രകാശത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക. സന്തോഷത്തോടെയും നല്ല ചിന്തകളോടെയും നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.